മേപ്പാടി പൂത്തകൊല്ലി സ്വദേശികളായ ശരത് ദിൽഷ ദമ്പതികളുടെ മകൾ അവനികയാണ് ബ്ലഡ് ക്യാൻസർ ബാധിച്ച് കോഴിക്കോട് MVR ക്യാൻസർ സെന്ററിൽ ചികിത്സയിൽ കഴിയുന്നത്. ഏകദേശം 15 ലക്ഷത്തോളം രൂപയാണ് ഈ ബാലികയുടെ ചികിത്സയ്ക്കായി വേണ്ടത്. കൽപ്പറ്റയിലെ ഓട്ടോ തൊഴിലാളിയായ ശരത്തിന് ഇത് താങ്ങാനാകുന്നതിലും അപ്പുറമാണ്. തുടർന്നാണ് സഹപ്രവർത്തകന് തണലാകാൻ ഓട്ടോ തൊഴിലാളികൾ ഒത്തുചേർന്നത്. തങ്ങളുടെ ഒരു ദിവസത്തെ വേതനം മാറ്റിവെച്ചാണ് ഇവർ കുരുന്നിന്റെ ചികിത്സയ്ക്കായി കൈകോർത്തത്. 8,19,070 രൂപ ഓട്ടോ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞു. കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർമാൻ TJ ഐസക് സ്വരൂപിച്ച ചികിത്സാ ഫണ്ട് അവനികയുടെ പിതാവ് ശരത്തിന് കൈമാറി. ഏറ്റവും മാതൃകാപരമായ പ്രവർത്തനമാണ് ഓട്ടോ തൊഴിലാളികൾ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങളുടെ ഈ ട്രസ്റ്റിന്റെ പേര് നവജീവൻ എന്നാണ്. അപ്പൊ ആ നവജീവൻ എന്ന പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഇന്ന് പ്രവർത്തിച്ചിട്ടുള്ളത്. നവജീവൻ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ജീവൻ, പുതിയ ജീവിതം. നിങ്ങളുടെ കർമ്മത്തിലൂടെ നിങ്ങൾ ഒരു പുതിയ ജീവിതം ആ കുട്ടിക്ക്, ആ കുടുംബത്തിന് നിങ്ങൾ നൽകിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഞാൻ ഒരു ചെയർമാൻ എന്ന നിലയിൽ, അതൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പങ്കെടുത്ത ഏറ്റവും അഭിമാനകരമായ, ഏറ്റവും കൂടുതൽ അഭിനന്ദനം അർഹിക്കുന്ന, ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടുന്ന, ഏറ്റവും കൂടുതൽ കൃതാർത്ഥതയുള്ള ഒരു ചടങ്ങിലാണ് പങ്കെടുക്കുന്നത് എന്നുള്ളത് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. 15 ലക്ഷത്തിൽ 8 ലക്ഷം രൂപ ലഭിച്ചെങ്കിലും കുരുന്നിനായി ഇനിയും പണം കണ്ടെത്തേണ്ടതുണ്ട്. ബാക്കി തുക മേപ്പാടിയിലെ ചികിത്സാ സഹായ സമിതിയാണ് സ്വരൂപിച്ച് നൽകുന്നത്. സീ മലയാളം ന്യൂസ്, വയനാട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.